Listen, page number 41, Media and Democracy. Read the case given in the box. Discuss with your partner how the investigative reports published in the newspaper made all the difference. You know that enlightened citizens and sound public opinion are essentially for the proper functioning of a democracy. In addition to providing information in the form of news, the media also gives us a wide range of opinions and analysis on important issues. It also promotes accountability in public life. നമുക്കറിയാം നമ്മുടെ മീഡിയ എന്ന് പറയുന്നത് ഡെമോക്രസിയിൽ മീഡിയയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണ് ഉള്ളത് അല്ലേ? മീഡിയ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഡെമോക്രസി ഓർ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമുക്ക് എവരിത്തിങ് എന്തിനെക്കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ എന്താ അവിടെ നടന്നാൽ എന്താ ഇവിടെ നടന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് മീഡിയാസിനെയാണ്. അപ്പം മീഡിയ ഹാസ് എ വൈറ്റൽ റോൾ ഇൻ അവർ സൊസൈറ്റി, ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. അപ്പോൾ നമുക്ക് ഡെമോക്രസിയിലെ പബ്ലിക്കായി നടക്കുന്ന ചർച്ചകൾ, അതുപോലെ ഓരോരാളുടെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് മീഡിയാസ് വഴിയാണ്. അതുകൊണ്ടാണ് എന്ത് കാര്യങ്ങളും നമ്മുടെ ഈ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. രാത്രി നമ്മളിപ്പോൾ ടി വി ഓൺ ആക്കിയാൽ ന്യൂസ് അവർ അല്ലെ, ന്യൂസിന്റെ ഇങ്ങനെയുള്ള ചർച്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറില്ലേ? Then, role of media in democracy. The media is the principal source of political information and public debate. By passing on expert opinion to the public, it becomes a key to democracy in the hands of informed and participating citizens. It explains to people the flaws in the existing system and makes it easier for people to make intelligent decisions about public affairs. Thus, it protects the democratic interest of the people. In modern democracies, the media covers many aspects of life, including political, social, economic, and culture. But the media is the principal source of political information. അപ്പം മീഡിയ ആണ് ഒരു പൊളിറ്റിക്കൽ സോഴ്സ്, പ്രിൻസിപ്പൽ സോഴ്സ് ആണ് ഏതിൻ്റെത്? പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ തരുന്ന. അപ്പൊ പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ തരുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത്, മീഡിയ ഈസ് ദ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ ഓഫ് പബ്ലിക് ഡിബേറ്റ്. By passing on expert opinion to the public, it becomes a key democracy in the hands of informed and participating citizen. അതായത് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ടു ദ പബ്ലിക്, ജനങ്ങൾക്കുള്ള ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയാസ് വഴിയാണ്. ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആവട്ടെ, ചീഫ് മിനിസ്റ്റർ ആവട്ടെ, പ്രസിഡന്റ് ആവട്ടെ, അങ്ങനെയുള്ള ആരായാലും ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഉള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ വഴിയാണ് അല്ലേ? നമുക്കറിയാം നരേന്ദ്രമോദി ലൈവിലുണ്ടെങ്കിൽ അത് മീഡിയ വഴി ലൈവായി നമുക്ക് കാണാൻ പറ്റും ഇല്ലേ? അതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ ആവട്ടെ, അദ്ദേഹം എന്തെങ്കിലും ജനങ്ങളെ അഭിസംബോധന ചെയ്തതിന് അതായാലും നമുക്ക് മീഡിയാസ് വഴി കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പേർട്ട് ഒപ്പീനിയൻസും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയാസ് വഴിയാണ് അല്ലേ? Then, in modern democracies, the media has covered many aspects of life, including political, social, economic, and culture. അപ്പൊ നമ്മുടെ എക്കണോമിക് ആയതാവട്ടെ, പൊളിറ്റിക്കൽ ആവട്ടെ, സോഷ്യൽ ആവട്ടെ, കൾച്ചറൽ ആവട്ടെ, എന്ത് തരത്തിലുള്ള ഏത് ആസ്പെക്ട്സിലുള്ള കാര്യങ്ങളായാലും നമ്മളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയയാണ്. ഇനി എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്, എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് ഈ മീഡിയ കൊണ്ടുള്ളത് നോക്കാം. മീഡിയയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്? In order to function as a watchdog of democratic values, the media needs to fulfill some essential objectives. These are as follows. നമുക്കറിയാം, in order to function as a watchdog of a democratic values. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത് നടക്കുകയാണെങ്കിൽ അത് എന്താ പറയാ, എന്തെങ്കിലും ഒരു ചർച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഒരു സ്ഥലത്ത് ഉണ്ടാവട്ടെ, മീഡിയാസ് എപ്പോഴും അതിന്റെ റിപ്പോർട്ടേഴ്സ് അവിടെ തന്നെ ഉണ്ടാവും ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ടി വിയിൽ കാണാറില്ലേ? എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ദുരൂഹ സാധ്യത മരിച്ച ഒരു സിറ്റുവേഷൻ ആവട്ടെ,
അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസിയുടെ കാര്യത്തിൽ തന്നെ, ഡെമോക്രസിയുടെ എന്ത് കാര്യം, ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളാണ്, ആക്സിഡന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റേ അല്ലാതെ വഴി പോട്ടെ, ഡെമോക്രസിയുടെ കാര്യമാവട്ടെ, നമ്മുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം അല്ലെങ്കിൽ എന്ത് ചർച്ച ഇവിടെ നടക്കുന്നുണ്ടോ അവിടെ മീഡിയ റിപ്പോർട്ടേഴ്സ് എപ്പോഴും ഉണ്ടാവും അല്ലേ? അവർ അന്നേരം തന്നെ ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മീഡിയാസ് ആർ ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, സെപ്പറേഷൻ ഓഫ് ന്യൂസ് ഫ്രം ഒപ്പീനിയൻ. Separation of news and business interest of the newspaper. If the two get mixed up, it may interfere with the media's responsibility toward people at large. Third one, not to give one-sided account of events. Avoid distortion of news. The media should never resort to sensationalism. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മീഡിയാസിന്റെ ഒബ്ജക്റ്റീവ്സ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് മീഡിയാസ് ആർ, ഫസ്റ്റ് വൺ, സെപ്പറേഷൻ ഓഫ് ന്യൂസ്, വാർത്തകളുടെ സെപ്പറേഷൻ, ഫ്രം ഒപ്പീനിയൻ, അഭിപ്രായങ്ങളിൽ നിന്ന് വാർത്തയെ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേഷൻ ഓഫ് ന്യൂസ് ഫ്രം ഒപ്പീനിയൻ. ഓക്കെ, ന്യൂസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഒപ്പീനിയൻ. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് medias. Second one, separation of news and business interest of the newspaper. എന്താ പറഞ്ഞേ? separation of news and business interest of the newspaper. അതിൽ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. ഫസ്റ്റ് വൺ, separation of news from public opinion or opinion. Separation of news and business interest of the newspaper. Third one, not to give one-sided account of events. ഒരു ഭാഗത്ത് നിന്ന് മാത്രം അവർ സംസാരിക്കുവോ? ഇപ്പൊ നമുക്കറിയാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ് 3 പാർട്ടിക്കാരിൽ 4 പാർട്ടിക്കാരുണ്ടെങ്കിൽ ഒരാളെ മാത്രം അവര് എപ്പോഴും സപ്പോർട്ട് ചെയ്യുവോ? ഇല്ല, അവർ എല്ലാ ആൾക്കാരെയും ബേസ് ചെയ്ത് മാത്രമേ അവർ സംസാരിക്കുള്ളൂ അല്ലെ? യെസ്, നോട്ട് ടു ഗിവ് one-sided account of events. Fourth one, give only reports that are based on facts. സത്യം മാത്രമേ അവര് പറയാറുള്ളൂ, സത്യത്തിന് വേണ്ടി സത്യം മാത്രമാണ് അവർ റിപ്പോർട്ട് ചെയ്യുക. ഫോർത്ത് വൺ. ഫിഫ്ത് വൺ, അവോയ്ഡ് ഡിസ്റ്റോർഷൻ ഓഫ് ന്യൂസ്. ദ മീഡിയ ഷുഡ് നെവർ റിസോർട്ട് ടു സെൻസേഷണലിസം. മീഡിയ എന്ത് ചെയ്തില്ല? മീഡിയ ഷുഡ് നോട്ട് നെവർ റിസോർട്ട് ടു സെൻസേഷണലിസം. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മീഡിയാസ്. Objectives of medias are, first one, separation of news from opinion. Second one, separation of news and business interest of the newspaper. Third one, not to give one-sided account of events. Fourth one, reports that are based on facts. Fifth one, avoid distortion of news. കിട്ടിയില്ലേ? അടുത്തത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? സാമൂഹിക ഉത്തരവാദിത്തം. നോക്ക്, ദ മീഡിയ ഹാസ് ആൻ എനോർമസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ബിസൈഡ്സ് ഇറ്റ്സ് ഡ്യൂട്ടി ടു പ്രൊവൈഡ് ആൻ ആക്യുറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ഇവന്റ്സ്. ദ മീഡിയ ഷുഡ് ഓൾസോ പ്രൊവൈഡ് a forum for people to share their views and ideas. It should uphold the values of the society. നമുക്കറിയാം, മീഡിയ ഹാസ് എനോർമസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. മീഡിയാസിന് നല്ലൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇല്ലേ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, അവരെന്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ? റിപ്പോർട്ട്സ് ഓൺലി ദ ഫാക്ട്സ്. സത്യങ്ങൾ മാത്രമേ അവർ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് media. Then besides, ഇതൊന്നും കൂടാതെ, its duty to provide an accurate and detailed account of events. The media should also provide a forum for people to share their views and ideas. എന്താ പറഞ്ഞേ? എന്തെങ്കിലും ഒരു ഈവന്റ് നടന്നാൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് അക്കൗണ്ട് ആര് കൊടുക്കണം? മീഡിയാസ് കൊടുക്കും, അല്ലെ? എന്തെങ്കിലും ഒരു ഇവന്റ് എവിടെയെങ്കിലും നടക്കുന്ന ഒരു ചർച്ച, ഒരു ഡിസ്കഷൻ, ഒരു ഡിബേറ്റ്, അല്ലെങ്കിൽ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അക്കൗണ്ട് ആര് കൊടുക്കും? മീഡിയാസ് കൊടുക്കും. മാത്രമല്ല, ദ മീഡിയ ഷുഡ് ഓൾസോ പ്രൊവൈഡ് എ ഫോറം ഫോർ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ഒരു ഫോറം ടു ഷെയർ ദർ വ്യൂസ് ആൻഡ് ഐഡിയാസ്. നമ്മുടെ ആശയങ്ങളും നമ്മുടെ വ്യൂസും ഷെയർ ചെയ്യാനുള്ള ഒരു ഫോറം കൂടി ആര് കൊടുക്കും? നമ്മുടെ മീഡിയാസ് കൊടുക്കണം.
അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ് ആവട്ടെ, കൈരളി ആവട്ടെ, നമ്മുടെ എന്താ പറയാ ജനമാവട്ടെ, പിന്നെന്താ 24 ആവട്ടെ, എല്ലാ ചാനലിലും നമുക്കറിയാം ഇതിനെക്കുറിച്ചുള്ള ജനങ്ങൾക്ക് നമ്മുടെ ആശയം പ്രകടിപ്പിക്കാനുള്ള ഒരു ഓപ്പൺ ഫോറം അവിടെ നടക്കാറുണ്ട്. ഇല്ലേ? ന്യൂസ് അവർ നടക്കാറില്ലേ? അവിടെ ചർച്ചയ്ക്ക് വിളിക്കാറില്ലേ? ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും അവരുടെ ഒപ്പീനിയൻ കൊടുക്കാറില്ലേ? ഒപ്പീനിയൻ പറയാനുള്ള അവസരം കൊടുക്കാറില്ലേ? മാത്രമല്ല പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടി എന്താ യൂട്യൂബിലും അങ്ങനെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ വാട്സപ്പ് വഴിയൊക്കെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് എന്താ നമ്മുടെ ആശയങ്ങൾ നമുക്ക് പറയാം. നമ്മുടെ വ്യൂസ് നമുക്ക് എന്താ ജനങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് ഒരു അവകാശം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഡീലിംഗ് വിത്ത് ദ പവർ ഓഫ് ഇൻഫർമേഷൻ, some media firms may become centers of economic and political power. In such cases, they are likely to place their private interest above public interest. There is a need to regulate the media so that it gives priority to public interest. For this, the media has evolved a set of principles or code of conduct for itself. Dealing with the power information, some media firms may become centers of economic and political power. അതായത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഒരു പവർ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട് ഇല്ലേ? യെസ്. അപ്പൊ അതില് ഒരു ന്യൂസ് വായിക്കുന്ന ആള് നമുക്ക് എപ്പോഴും മീഡിയാസിൽ കാണാൻ പറ്റും ഇല്ലേ? അദ്ദേഹം ഒരു ചർച്ച, ഒരു ഡിബേറ്റ് നടത്തുന്നുണ്ടെങ്കിൽ എന്താ ഓരോരാൾക്കും ഇത്ര ടൈം വെച്ച് കൊടുക്കാറില്ലേ? ഉണ്ടോ? നിങ്ങളുടെ ചാൻസ് ആണ്. ഇപ്പൊ റിപ്പോർട്ടർ പറയാണ്, നമ്മുടെ ആ ന്യൂസിന്റെ വായിക്കുന്ന ആൾ ഒരു അവസരം. ദിയ ഇപ്പൊ ദിയ സംസാരിച്ചോളൂ പറയുമ്പോൾ ദിയക്ക് കുറച്ച് ടൈം കൊടുക്കും. അതിനുശേഷം ദിയയുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഷോണിന്റെ സമയം കൊടുക്കും. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആര് കൊടുക്കും? നമ്മുടെ പവർ ഓഫ് ഇൻഫർമേഷൻ അല്ലെ? ഡീലിംഗ് വിത്ത് ദ പവർ ഓഫ് ഇൻഫർമേഷൻ, സം മീഡിയ ഫോംസ് മേ ബിക്കം സെന്റേഴ്സ് ഓഫ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ. In such cases, they are likely to place their private interest above public interest. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും? Place their private interest above public interest. ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് ഓഫ് മീഡിയാസ് പറഞ്ഞു. മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, ബേസിക് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ബേസിക് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ഒന്ന് അതിന്റെ നോക്ക്. ദ മീഡിയ ഷുഡ് aim to seek truth and report it, minimize harm, act independently and be accountable. These are the aim of medias. ഇപ്പൊ ഇത്രയും എയിംസ്, ലക്ഷ്യങ്ങൾ ആർക്കുണ്ടാവണം? മീഡിയാസിന് ഉണ്ടാവണം. ഒന്ന്, സീക്ക് ട്രൂത്ത്, സത്യം കാണുക, ആൻഡ് റിപ്പോർട്ട് ഇറ്റ്. എന്താണോ സത്യാവസ്ഥ അത് കണ്ടതിന് ശേഷം മാത്രം അത് റിപ്പോർട്ട് ചെയ്യുക അല്ലെ? റിപ്പോർട്ടേഴ്സ് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണോ അവിടെ നമുക്ക് ന്യൂസ് എത്തിച്ചേരുക? അല്ല, അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. സ്ഥലത്ത് ഓൾറെഡി ഒരു റിപ്പോർട്ടർ ഉണ്ട്. അദ്ദേഹം ആ റിപ്പോർട്ട് അതിന്റെ ക്യാമറമാനും എല്ലാവരുടെയും സഹായത്തോടു കൂടി അത് റിപ്പോർട്ട് അത് ആരിലേക്ക് എത്തിക്കുന്നു? ന്യൂസ് സെന്റേഴ്സിലേക്ക് എത്തിക്കുന്നു. എന്നിട്ടല്ലേ നമുക്ക് എത്തുന്നത്. അപ്പം നമുക്ക് സത്യം കണ്ടതിന് ശേഷം മാത്രമേ അത് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തത് മിനിമൈസ് ഹാം. മൂന്നാമത്തത് ആക്ട് ഇൻഡിപെൻഡന്റ്ലി, എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയി മാത്രം ആക്ട് ചെയ്യാം. നാലാമത്തത് അക്കൗണ്ടബിൾ, ബി അക്കൗണ്ടബിൾ. ദീസ് ആർ ദ എയിംസ് ഓഫ് മീഡിയ. ഓക്കെ. ഗുഡ് ഫെയ്ത്ത് വിത്ത് ദ റീഡർ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഗുഡ് ജേർണലിസം. Journalists should be able to operate with autonomy, accountability, impartiality. Good faith, നല്ല വിശ്വാസം, with the reader is foundation of good journalism. അപ്പൊ നല്ല വിശ്വാസം, വായന with the reader, ന്യൂസ് റീഡർക്ക് ഒരു നല്ല good faith with the reader is the foundation of good journalism. അപ്പൊ എന്താ ജേർണലിസ്റ്റ് പറഞ്ഞാൽ എന്താ ജേർണലിസം? ജേർണലിസം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ മീഡിയാസിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ജേർണലിസ്റ്റ് ആണ് ഈ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നത്. മീഡിയാസിലെ റിപ്പോർട്ടേഴ്സും അതുപോലെ ന്യൂസ് റീഡറും ഒക്കെ ആവുന്നത് ജേർണലിസം കഴിഞ്ഞവരാ. ഓക്കെ. ഇനി ജേർണലിസ്റ്റ് ഷുഡ് ബി ഏബിൾ ടു ഓപ്പറേറ്റ് വിത്ത്, ഫസ്റ്റ് വൺ ഓട്ടോണമി, സെക്കൻഡ് വൺ അക്കൗണ്ടബിലിറ്റി, തേർഡ് വൺ ഇംപാർഷ്യാലിറ്റി. എന്താ ഓട്ടോണമി എന്ന് പറഞ്ഞാല്? എന്താ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാല്? എന്താണ് ഇംപാർഷ്യാലിറ്റി എന്ന് പറഞ്ഞാല്? നോക്ക്. ഓട്ടോണമി എന്ന് പറഞ്ഞാല് വിച്ച് മീൻസ് ദ ഫ്രീഡം ടു ആക്ട് അക്കോർഡിംഗ് ടു വൺസ് കൺസീൻസ്
ആൻഡ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്. ഓട്ടോണമി എന്ന് പറഞ്ഞാല് ഫ്രീഡം ടു ആക്ട്, സ്വതന്ത്രമായി ആക്ട് ചെയ്യുക, അക്കോർഡിംഗ് ടു വൺസ് കൺസീൻസ് ആൻഡ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്. നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് അനുസരിച്ച് എന്ത് ചെയ്യാ, ഫ്രീഡം ആയി ആക്ട് ചെയ്യാം. സെക്കൻഡ് വൺ അക്കൗണ്ടബിലിറ്റി, വിച്ച് മീൻസ് ദ ഫുൾഫിൽസ് ഹെർ ഓർ ഹിസ് റെസ്പോൺസിബിലിറ്റി. എന്താ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ നിറവേറ്റുക. മൂന്നാമത്തത് ഇംപാർഷ്യാലിറ്റി, അതായത് എന്ത് പാടില്ല, പാർഷ്യാലിറ്റി ബിറ്റ്വീൻ വൺ സൈഡ് ആൻഡ് അതർ. ഒരു കൂട്ടം ആൾക്കാരുടെ പ്രത്യേകമായ ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. എന്താ, എല്ലാ ആൾക്കാരും ഒരുപോലെ ആവണം അല്ലെ, ദാറ്റ് ഈസ് ഇംപാർഷ്യാലിറ്റി. അപ്പൊ 3 പഠിച്ചു നമ്മള്: ഓട്ടോണമി, അക്കൗണ്ടബിലിറ്റി, impartiality. Autonomy means freedom to act according to professional judgment. Second one, accountability. Accountability means fulfill his or her responsibility. Third one, impartiality. Impartiality responsibility refers to not favoring one side or another. ഒരു വ്യക്തി ഒരു കൂട്ടം ആൾക്കാരോട് അല്ലെങ്കിൽ ഒരു സൈഡിനോട് പ്രത്യേകം ഒരു ഇഷ്ടം തോന്നാൻ പാടില്ല. എല്ലാവരും ഒരുപോലെ അല്ലേ, ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ടവരാകട്ടെ, ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാകട്ടെ, എല്ലാവരോടും ഒരുപോലെയുള്ള ഒരു മനോഭാവം ആയിരിക്കണം. ദാറ്റ് ഈസ് ഇംപാർഷ്യാലിറ്റി. ലാസ്റ്റ് പാരഗ്രാഫ്. If media establishments are financially dependent on political parties or business houses, they may not have the freedom to operate as they ought to. Their loyalty and accountability will be towards these parties and not towards the public. This hampers the media's responsibility towards the society. The media's establishments are financially dependent on political parties. മീഡിയ എപ്പോഴും എന്ത് ചെയ്യുന്നു, നമുക്കറിയാം, ഓരോ മീഡിയ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആർ ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ഓൺ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർ ബിസിനസ് ഹൗസ്. അപ്പൊ നമുക്ക് ഓരോ മീഡിയയും എപ്പോഴും അതിന് വേണ്ട സാമ്പത്തികം വേണ്ടേ, അതെപ്പോഴും ഒരു ഏതെങ്കിലും ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദേ മേ നോട്ട് ഹാവ് ദ ഫ്രീഡം ടു ഓപ്പറേറ്റ് ആസ് ദേ ought to. നമുക്ക് തോന്നിയ പോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ മീഡിയാസിലെ? ഇല്ല. നമുക്ക് നമ്മുടേതായ ഒരു ഇത് പാടില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനൊന്നും നമുക്ക് മീഡിയാസിൽ പറ്റില്ല. അതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇംപാർഷ്യാലിറ്റി, അതായത് പാർഷ്യാലിറ്റി പാടില്ല, നമ്മുടേതായ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, ഓട്ടോണമി. ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ മീഡിയാസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ, ചെറിയൊരു ലെസൺ ആയിരുന്നു. എന്തൊക്കെ പഠിച്ചു? റോൾ ഓഫ് മീഡിയാസ് ഇൻ ഡെമോക്രസി, ജനാധിപത്യത്തിലെ മീഡിയാസിന്റെ റോൾ എന്താണ്. 2, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡെമോക്രസി, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്. അത് സെപ്പറേഷൻ ഓഫ് ന്യൂസ് ഫ്രം പീപ്പിൾ, ന്യൂസ് ഫ്രം ഒപ്പീനിയൻ, സെപ്പറേഷൻ ഓഫ് ന്യൂസ് ആൻഡ് ബിസിനസ് ഇൻട്രസ്റ്റ് ഓഫ് ദ ന്യൂസ് പേപ്പർ. തേർഡ് വൺ, നോട്ട് ടു ഗിവ് വൺ സൈഡഡ് അക്കൗണ്ട് ഓഫ് ഈവൻസ്, അതായത് ഇംപാർഷ്യാലിറ്റി പാടില്ല. 4-മത്തത് സത്യങ്ങൾ മാത്രം പറയുക, സത്യങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യുക. 5-മത്തത് അവോയ്ഡ് ഡിസ്റ്റോർഷൻ ഓഫ് ന്യൂസ്. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. പിന്നെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഒന്ന് പറഞ്ഞു. സീക്ക് ട്രൂത്ത് ആൻഡ് റിപ്പോർട്ട് ഇറ്റ്, മിനിമൈസ് ഹാം, ആക്ട് ഇൻഡിപെൻഡന്റ്ലി, ബി അക്കൗണ്ടബിൾ. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ജോലിയോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം. ഓക്കെ, അതിൽ ജേർണലിസ്റ്റ് ഷുഡ് ബി ഏബിൾ ടു ഓപ്പറേറ്റ്. എന്തൊക്കെ കാര്യങ്ങൾ ജേർണലിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യണം? 1, ഓട്ടോണമി പറഞ്ഞാൽ ഫ്രീഡം ടു ആക്ട് അക്കോർഡിംഗ് ടു പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്. പിന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾഫിൽസ് ഹിസ് ഓർ ഹെർ റെസ്പോൺസിബിലിറ്റി. ഇംപാർഷ്യാലിറ്റി മീൻസ് നോ പാർഷ്യാലിറ്റി ബിറ്റ്വീൻ വൺ സൈഡ് ആൻഡ് അനദർ. ഓക്കെ, ഇതിന്റെ നോട്ടെങ്കിലും തരാൻ ടൈം ഉണ്ടോ? ഇല്ല അല്ലേ ഇവിടെ? ഓക്കെ, നിങ്ങൾ അതിന്റെ ടിക്ക് ദ കറക്റ്റ് ആൻസർ ഒന്ന് ചെയ്തേ മക്കളെ, പെട്ടെന്ന് ക്ലാസ്.
മീഡിയ ആൻഡ് ഡെമോക്രസി. പെട്ടെന്ന് നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ നോട്ട് തരാം. പറ്റുമോ? നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെക്കുവോ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തരാം. ഒന്നാമത്തത് the media promotes dash in public life. Medias promote dash in public life. എന്താണ്? accountability. Second one, the media is the principal source of dash and public debate. Media is the principal source of accountability and public debates. Second one also. Then third one, the media has evolved a set of dash or second one second one political information. മാറിപ്പോയി. The media is the principal source of political information and public debate. Second one, political information. Third one, the media has evolved a set of dash or dash for itself. Principles or code and conduct. Principles or code of conduct. Principles or code of conduct. Fourth one, dash means that one fulfills her or his responsibility. Fourth one, that is accountability. Okay, accountability. ഇനി അതിന്റെ ഷോർട്ട് നോട്ട് ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് തരാം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് സ്ക്രീൻഷോട്ട് എങ്കിലും എടുത്തു വെക്കാം. ഓക്കെ, ഷോർട്ട് ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കണേ. How does the media protect the democratic interest of the people? How does the media protect the democratic interest of the people? Answer, the media gives expert opinion, to the public. Opinion to the public. It explains the flaws in the existing system to the people and makes it easier or easier for people to make intelligent decisions.
Intelligent decisions. Full stop. This is how the media protects, PROTECTS, protects the democratic interest of the people. Democratic interest of the people. സ്ക്രീൻഷോട്ട് എടുത്തോ? എഴുതി കഴിഞ്ഞു. ആൻമരി എഴുതിയോ? ഡെമോക്രാറ്റിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ. Second question. List 4 objectives of the media. 4 objectives of the media. നമ്മൾ എഴുതിക്കോളാം, ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ. ഓക്കെ. ടെക്സ്റ്റ് നോക്കി എഴുതുവോ? എന്നാലും ഞാൻ എഴുത്തരാം. ആരെങ്കിലും ലിങ്ക് കാണുന്നുണ്ടെങ്കിൽ അവർക്കായിക്കോട്ടെ. ഒന്നാമത്തത് സെപ്പറേറ്റിംഗ് ഒപ്പീനിയൻ ഫ്രം ന്യൂസ്. സെപ്പറേറ്റിംഗ് ഒപ്പീനിയൻ ഫ്രം ന്യൂസ്. Second one, separating news and business interest. And business, BUSINES, business interest, INTERESTS, interest. Then third one, not providing partial accounts of event. Partial. Partial account of events. അത് പകുതി മാത്രം എന്ത് കൊടുക്കാൻ പാടില്ല? വാർത്ത മുഴുവനായി തന്നെ കൊടുക്കണം അല്ലേ? അതുപോലെ പാർഷ്യാലിറ്റിയും പാടില്ല. Then last one, giving only reports that are based on facts. 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 പോരെ? 4 ആയില്ലേ? ഇല്ല, ആയി. ഓക്കെ. Then next one, long answers. ഒരു കാര്യം ചെയ്യാം, അത് ഇപ്പൊ തന്നെ ഞാൻ നോട്ടിൽ തരാം. അത് ഓർമ്മിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ അതിന് മുന്നത്തെ ലെസണിലെ നോട്ട് ഇപ്പൊ തരാം കേട്ടോ. ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യാം. ഓക്കെ മക്കളെ, നമ്മുടെ ടൈം കഴിയാനായി. അതുകൊണ്ട് ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.